അതെങ്ങനെയാണ് നാം ചെയ്യേണ്ടത്? നാം 5 വഖ്ത് നിസ്കാരങ്ങളും നിസ്കരിക്കുന്ന ആളുകളാണ്. ഈ 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു തവണ ആയത്തുൽ കുർസി ഓതുക. ളുഹർ നിസ്കാരം കഴിഞ്ഞു ഒരു തവണ ഓതി, അസർ നിസ്കാരം കഴിഞ്ഞു ഒരു തവണ ഓതി, മഗ്രിബ് കഴിഞ്ഞു ഒരു തവണ ഓതി. അങ്ങനെ 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ വസ്വാസ് രോഗി അല്ലെങ്കിൽ സംശയ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരു തവണ ആയത്തുൽ കുർസി ഓതുക. തീർന്നില്ല, അത് മാത്രം പോരാ. 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഓതി പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ, വീട്ടിൽ നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് ഇറങ്ങി പോകുക, അങ്ങാടിയിലേക്കോ പള്ളിയിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളിലേക്കോ ഏത് വിഷയമാണെങ്കിലും ഇറങ്ങി പോകുന്ന സമയത്തും ഒരു ആയത്തുൽ കുർസി ഓതി. അതേപോലെ വീട്ടിൽ തിരിച്ചു കയറുന്ന സമയത്തും നമ്മൾ ആയത്തുൽ കുർസി ഒന്ന് ഓതണം. കിടക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കിടന്ന ഉടനെ നാം ആയത്തുൽ കുർസി ഓതണം. അതോടൊപ്പം സുബഹി നിസ്കാരങ്ങൾ കഴിഞ്ഞ് ഏകദേശം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ആയത്തുൽ കുർസി ഓതുക. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഒരു ആയത്തുൽ കുർസി ഓതുക. അപ്പോൾ നമ്മൾ എത്ര ആയത്തുൽ കുർസി ദിവസം ഓതണം? വസ്വാസ് രോഗം കൂടുതൽ പ്രയാസമുള്ളവർക്ക് പെട്ടെന്ന് ശിഫ കിട്ടാനും സമാധാനം കിട്ടാനുള്ള ഒരു സൂത്രമാണ് ആയത്തുൽ കുർസി. നമുക്കറിയാം, കുറഞ്ഞ മിനിറ്റുകൾ മതി. 1 മിനിറ്റോടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷം 5 എണ്ണം നാം ഓതി, അങ്ങാടിയിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓതി, വീട്ടിൽ കയറി വരുമ്പോൾ ഓതി, പിന്നെ അതുപോലെ കിടക്കാൻ നേരം ഓതി, രാവിലെ ഒന്ന് ഓതി, വൈകുന്നേരം ഒന്ന് ഓതി. ഈ രൂപത്തിൽ ആയത്തുൽ കുർസി ഓതിയാൽ അവന് സമാധാനം കിട്ടും.